വെൽക്കം ബാക്ക് ടു ജിനോടെക് വ്ലോഗ്സ്. വൺസ് അഗൈൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് 15 എന്ന് പറയുന്ന ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ്. സോ അൺബോക്സിംഗ് എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് പോകാം. ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. സോ ഇതാണ് ഗൈസ് നമ്മുടെ റെഡ്മിയുടെ നോട്ട് 15 എന്ന് പറയുന്ന കിടിലൻ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു അഫോർഡബിൾ ഫോൺ എന്ന് പറയാം. അതിൻ്റെ പ്രത്യേകത നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്കൊരു കേസ് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു ക്ലിയർ കേസ് അല്ല, ഒരു സിലിക്കൺ കേസ് തന്നെയാണ്, ഒരു ബ്ലാക്ക് കളർ. ആ കേസ് ഇട്ടാൽ പോലും നമുക്ക് ഫോൺ അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടാണ് തോന്നുന്നത്. കണ്ട ഫോൺ ഇട്ടാൽ പോലും നല്ല അടിപൊളി, നമുക്കൊരു ഹാൻഡി ഫീൽ തന്നെയാണ്. സോ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കമ്പാരിറ്റീവ്ലി നമ്മൾ ഈ ഒരു യെല്ലോ കളർ ആവണ കേസ് കൊടുക്കണൊക്കെ നല്ലത് തന്നെയാണ്. പിന്നെ നമുക്കൊരു സ്റ്റിക്കർ ഇതിൽ വരുന്നുണ്ട്. ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോണിന് കേർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ മറ്റേ UV ഗ്ലാസ് ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ലിക്വിഡൊന്നും ഇതിലേക്ക് വരാതിരിക്കാനാണ് ഇതിൽ കുറേ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾ UV ഗ്ലാസ് അപ്ലൈ ചെയ്യുക, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് 45 വാട്ടിൻ്റെ ഒരു ടെർബോ ചാർജർ, അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും നമുക്ക് നമ്മുടെ ഫോണിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഫോൺ ഭയങ്കര സ്ലിമ്മാണ്. 7.35 mm തിക്നെസ് വരുന്നുള്ളൂ. ഭയങ്കര സ്ലിമ്മാണ് എന്ന് വെച്ചാൽ ആ ഒരു ടെക്നോ പോവാന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ പിടിക്കുമ്പോൾ ആ ഒരു ഫീലല്ല. അത്യാവശ്യം സ്ലിം ആയിട്ടുള്ളൊരു ഫോണാണ്. മാത്രമല്ല ആ ഒരു സ്ലിം ആയിട്ടുള്ള ഫോണിൻ്റെ കൂടെ ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ വന്ന് എൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു സൈഡിലെ എഡ്ജൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര തിക്നെസ് കുറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. സോ ഫോൺ അടിപൊളി തിക്നെസ് കുറഞ്ഞൊരു സ്ലിം ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP65, 66 മുതലായിട്ടുള്ള റേറ്റിംഗ്സുകൾ ഇതിന് ഫോൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വെള്ളം ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഇതിലൊരു 1.7 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഈ ഒരു ഫോൺ താഴെ വീണ് കഴിഞ്ഞാലും ഇതിന് അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് നമ്മുടെ ബ്രാൻഡ് പറയുന്നത്. സോ എന്ന് വെച്ച് നിങ്ങൾ താഴെ ഇടാണ്ടെന്ന് നോക്കുക മാക്സിമം. അതായത് ആക്സിഡൻ്റലായിട്ട് താഴെ വീണാനുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 178 ഗ്രാംസ് മാത്രമേ വെയിറ്റ് ഉള്ളൂ. ആദ്യമായിട്ട് ഈ ഒരു ഫോൺ കയ്യിലെടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഓൾറെഡി നല്ല സ്ലിം ആയിട്ടുള്ള ഫോണാണ്, അതിനൂടെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണും കൂടി ആണെന്ന് കേട്ടപ്പോൾ എനിക്ക് അടിപൊളി സന്തോഷം തോന്നി. പിന്നെ ഇതിൽ 5520 mAh ബാറ്ററി ഉണ്ട്. നമ്മൾ സ്ലിം ആയിട്ട് ബാറ്ററിയിൽ വലിയ രീതിയിൽ കോംപ്രമൈസ് നടത്തിയിട്ടില്ല. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു ഗ്ലേസിയർ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. നിങ്ങൾക്ക് ലൈറ്റ് കാരണം ചിലപ്പോൾ ഒരു വൈറ്റ് ആയിട്ട് തോന്നാം, ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട്. പിന്നെ ഒരു മിസ്റ്റ് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഗേൾസിന് പ്രിഫർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറ ഹൈലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 108 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. ആ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഷാർപ്നെസ് ഉള്ള, അത്യാവശ്യം സൂമിങ് ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് ഇതിൽ എടുക്കാനായിട്ട് സാധിക്കും. സൂമിങ് ക്വാളിറ്റി മീൻസ് നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷമുള്ള സൂമിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഫസ്റ്റ് തന്നെ നമുക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പിൽ നമുക്കൊരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ മിസ്സിംഗ് ആണ്. ബട്ട് ആ ഒരു 108 മെഗാപിക്സൽ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷമുള്ള സൂമിങ് നോക്കിയാലും അത്യാവശ്യം ഡീറ്റെയിൽസ് ആ ഒരു ഫോണിലുണ്ട്. ആ ഒരു സെൻസർ വരുന്നത് f1.7 അപ്പർച്ചറുള്ള ഒരു ലെൻസാണ്. ആ ഒരു ലെൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലെൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുക. സോ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കിട്ടിലൻ ഷാർപ്നെസ് ഉള്ള ഫോട്ടോസ് നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർ ടോൺസ് നമുക്ക് ആ ഒരു ക്യാമറ സെൻസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 108 അതായത് 108 മെഗാപിക്സലിൻ്റെ ഒരു സെൻസർ ഇതിൽ വരുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഉള്ള നോർമൽ ഫോണുകളിലൊക്കെ 50 മെഗാപിക്സലാണ് ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്. എന്നാൽ തൊട്ട് കുറച്ച് കാലം മുന്നേ നമുക്ക് 108 മെഗാപിക്സലിൻ്റെ സെൻസർ ഒരു വൈറലായിരുന്നു. എന്നാൽ അത് മാറിയിട്ട് ഇപ്പോൾ വീണ്ടും 50 മെഗാപിക്സലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ആ ഒരു സമയത്തും ഇവരൊരു 108 മെഗാപിക്സൽ ക്യാമറ കൊടുക്കാനായിട്ട് കാണിച്ചുള്ള സംഭവം അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പല വെബ്സൈറ്റിലും പല പ്രൈസാണ് വരുന്നത്. സോ ഷാമിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഏറ്റവും ഓഫേഴ്സോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. സോ അവിടെ നല്ല ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് ഒരു ഡിവൈസ് എടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതിൻ്റെ കറക്റ്റ് പ്രോപ്പർ പ്രൈസ് നമുക്ക് ഇതിൻ്റെ ലോഞ്ചിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ലോഞ്ച് ആയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ പ്രൈസ് കാണിക്കുന്നുണ്ട്, എന്നാലും ചില ഓഫറും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. സോ അതൊക്കെ വന്നാലും നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് പറയാൻ പറ്റുള്ളൂ. സോ എന്തായാലും ആ ഒരു പ്രൈസ് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിൽ വിളിച്ചൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിലും ആ ഒരു 108 മെഗാപിക്സൽ സെൻസർ കൊടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് 4K വീഡിയോൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 4K വീഡിയോയിൽ 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ചിപ്സെറ്റിൻ്റെ ലിമിറ്റ് കാരണമായിരിക്കാം ഒരു പക്ഷേ 60 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HD നോക്കുകയാണെങ്കിലും 30 FPS നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന ക്യാമറ വീഡിയോ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4K 30 FPS, HD 30 FPS, അതുപോലെ തന്നെ 720p 30 FPS എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 720p 30 FPS ഒക്കെ എന്തിനാണ് കൊടുത്തത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ അത്ര വലിയ വീഡിയോഗ്രാഫി ഒന്നും വേണ്ടാത്ത ആൾക്കാരാണ്, നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് സേവ് ചെയ്യാനുള്ള വീഡിയോസ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 720p 30 FPS എടുക്കാം, അല്ലാതെ ഞാനത് പ്രിഫർ ചെയ്യില്ല. സോ ഇതൊക്കെയാണ്
നമ്മുടെ ബാക്ക് സെൻസറിൻ്റെ മെയിൻ സെൻസറിനെ അവർ പറയുന്നത് 108 മെഗാ പിക്സൽ സെൻസർ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആണ്, അതും അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് ഇംപ്രഷൻ കുറവാണെങ്കിലും ഫോട്ടോ എടുത്തതിന് ശേഷം ചെറിയൊരു AI പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം 8 മെഗാ പിക്സലിൽ വരുന്ന ഫോട്ടോസും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. സോ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ നിന്നുള്ള ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി ഫ്രണ്ട് ക്യാമറ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെൽഫി ക്യാമറ നമുക്ക് 20 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഇല്ല, അതിൽ നമുക്ക് HD 30 FPS വീഡിയോ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. നമ്മൾ നോർമൽ ടൈമിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് 108 വരണമെന്നില്ല. നമ്മൾ ഹൈ റെസൊല്യൂഷൻ മോഡ് എന്ന് പറഞ്ഞിട്ട് പ്രോ മോഡിൽ പോയിട്ട് ഹൈ റെസൊല്യൂഷൻ മോഡ് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു 108 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് കിട്ടുള്ളൂ. അതർവൈസ് നമുക്ക് നോർമൽ മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് കിട്ടുള്ളൂ. നോർമൽ ക്യാമറയിൽ കിട്ടുന്ന പോലത്തെ ഒരു ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് കിട്ടുള്ളൂ. ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് സെൽഫി ഫോട്ടോ ആയിരുന്നു. അത് അത്യാവശ്യം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്, ഓവർ കളർ ബൂസ്റ്റിംഗ് ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് നമ്മുടെ 108 മെഗാ പിക്സൽ ക്യാമറയിലത്തെ ഫോട്ടോ ആണ്. അതിൻ്റെ സൂമിംഗ് ക്വാളിറ്റി ഒന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു സൂമിംഗ് ക്വാളിറ്റി കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മൾ 1x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുന്നത്. അതിൽ തന്നെ നമുക്കൊരു 2x സൂമിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. 2x സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫോട്ടോസ് ആയിരിക്കും കിട്ടുക. ഇനി റെഡ്മി നോട്ട് 15ൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റിസൾട്ടായിട്ട് ഈ ഒരു സെൽഫി വീഡിയോ തോന്നി. ഇനി ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഇതിൻ്റെ റിയർ വൈഡ് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത്. 8 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. സോ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും നല്ല രീതിയിലുള്ള ലൈറ്റുള്ള സമയത്ത് നമുക്കൊരു നല്ല സ്കിൻ ടോണും കാര്യങ്ങളും ഡൈനാമിക് റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. സോ കൊള്ളാം. അത്യാവശ്യം നോർമൽ യൂസിനൊക്കെ നമുക്ക് ഈ ഒരു വൈഡ് ക്യാമറ വീഡിയോ യൂസ് ചെയ്യാം. ഇതാണ് ഈ ഒരു ഫോണിലെടുത്തിട്ടുള്ള 4K 30 FPS വീഡിയോ. കുറച്ചുകൂടി സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. ബാക്കി കളർ നോക്കുകയാണെങ്കിലും ലൈറ്റിംഗ് നോക്കുകയാണെങ്കിലും എല്ലാം സെറ്റായിട്ട് തോന്നി. നല്ല ഡൈനാമിക് റേഞ്ച് നമ്മുടെ റിയർ ക്യാമറ 4K 30 FPS വീഡിയോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സെറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മുടെ റിയർ ക്യാമറ നമുക്ക് തരുന്നത്. ഇനി 4K വീഡിയോയിലെ സിനിമാറ്റിക് റെസൊല്യൂഷൻ ഒന്ന് കണ്ടുനോക്കാം. ഇനി ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കിടുക്കാച്ച ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചിയാണ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏകദേശം ഒരു ഓഫർ കഴിഞ്ഞിട്ട് മേ ബി നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു ലോ പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ആണ് കൊടുക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ പ്രത്യേകതകൾ പറയാണ്ടോ, ഓൾമോസ്റ്റ് എല്ലാ പ്രത്യേകതകളുണ്ട്. നമുക്ക് PWM ഡിമ്മിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 3200 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 800 നെറ്റ്സിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ പ്രത്യേകതകളും നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ഈ ഒരു ഫോണിനുണ്ട്. മാത്രമല്ല ഇതൊരു കേർവ്ഡ് ഡിസ്പ്ലേ ഫോണാണ്. അടിപൊളി ഡിസൈനാണ്, ഒരു രക്ഷയില്ല. എല്ലാ സൈഡിൽ നിന്നും കേർവായിട്ട് നല്ല കിട്ടിയില്ല. നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് ബാക്ക് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യാനൊക്കെ നമുക്ക് അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് വരുന്നത്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് മൾട്ടിമീഡിയ കൺസംഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൺസംഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ TUV റെയിലാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അതായത് ബ്ലൂ ലൈറ്റ് ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഐ പ്രൊട്ടക്ഷൻ ഉണ്ട്, റീഡിംഗ് മോഡ്സ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഐ പ്രൊട്ടക്ഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് ഏകദേശം 3 TUV റെയിൻലാൻഡിൻ്റെ സർട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പെർഫോമൻസ് സൈഡിനെ പറ്റി സംസാരിക്കാം. പെർഫോമൻസ് സൈഡിൽ കുറച്ച് കാലം മുന്നേ നമുക്ക് ഡയമണ്ട്സിയുടെ 7300 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. സോ ആ ഒരു ചിപ്സെറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോൾ അവസാനിച്ചിട്ട് വീണ്ടും ആ ഒരു സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റിൻ്റെ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഫോണുകളിൽ. സോ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫോണ് മോർണിംഗ് ചാർജ് ചെയ്തിട്ട് 5000 mAh ബാറ്ററി ഉള്ളൂ വെച്ചിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മോർണിംഗ് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ ഈവനിങ് വരെ ഫോൺ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെറിയ രീതിയിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം അവേഴ്സ് നമുക്ക്
ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അത് ഈ ഒരു ചിപ്സെറ്റിന് കൂടി ആയിരിക്കാം. സോ ചിപ്സെറ്റിനെ പറ്റി പറയാനുള്ളത് ഇതാണ്. ഇതിൽ LPDDR4Xന്റെ റാം സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ UFS 2.2ന്റെ സ്റ്റോറേജ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ ആ ഒരു ചിപ്സെറ്റിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് UFS 2.2 കൊടുത്തിരിക്കുന്നത്. സോ അത്യാവശ്യം ഒരു പീരീഡിലേക്ക് നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. ഒരു ലോങ് പീരീഡിലേക്ക് ഒരു ലോങ് സ്റ്റോറേജ് ഫാസ്റ്റർ ആയിട്ടിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇതൊക്കെയാണ് വരുന്നത്. 4 നാനോമീറ്റർ ചിപ്സെറ്റാണ്. സോ കുറച്ച് കാലം മുന്നേക്ക് 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നു ട്രെൻഡ്. എന്നാൽ ഇപ്പോൾ 4 നാനോമീറ്റർ ചിപ്സെറ്റാണ് വരുന്നത്. നമുക്ക് ഹൈ എൻഡ് ഫോണുകളൊക്കെ ഇപ്പോഴും 3 നാനോമീറ്റർ ചിപ്സെറ്റിലേക്ക് മാറി കഴിഞ്ഞു. ഇത് നമുക്ക് 4 നാനോമീറ്റർ ചിപ്സെറ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നോർമൽ രീതിയിലുള്ള ഗെയിംസൊക്കെ ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ BGMI ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നോർമൽ രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അത്ര ഒരു ഹെവി ആയിട്ടുള്ള രീതിയിൽ കളിക്കാനുള്ള രീതിയിലുള്ള ചിപ്സെറ്റ് അല്ലത്. അതിനുള്ള ഒരു പ്രൈസ് പോയിന്റുള്ള ഒരു ഫോണും അല്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത്യാവശ്യം നല്ല AI പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷമാണെങ്കിലും നമുക്ക് അതിൽ AI എഡിറ്റ് ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ ഈസി ആയിട്ട് ഈ ഒരു ചിപ്സെറ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 8 128 അതുപോലെ തന്നെ 8 256 GB എന്ന് 2 വേരിയൻസിലായിരിക്കും നിങ്ങൾക്ക് ഒരു ഫോൺ മേടിക്കാൻ പറ്റുക. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. 1 TB വരെയുള്ള മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇതിലിടാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ സിം സ്ലോട്ടിൽ നിങ്ങൾക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡ് ഇടാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു 128 GB വാങ്ങിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് മീഡിയ ഒക്കെ വേണമെങ്കിൽ SD കാർഡിലേക്ക് തട്ടിക്കൊണ്ട് ബാക്കി 128 GB കംപ്ലീറ്റ്ലി ഇതിൻ്റെ OSന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ OSലല്ല സോഫ്റ്റ്വെയറിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. അതായത് മൈക്രോ SD കാർഡ് ഇപ്പോൾ എല്ലാ ഫോണുകളിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവർ അത് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ മേടിച്ചു, എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 512 GB അല്ലെങ്കിൽ 1 TB GB SSD അല്ല സോറി മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ് കൂടി. പിന്നെ വേറൊരു കേസ്, ഈ മെമ്മറി കാർഡുകളിലൊക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മെമ്മറി കാർഡുകളിലല്ല SSD ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെയാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. മേ ബി അത് മെമ്മറി കാർഡിൻ്റെ പ്രൊഡക്ഷനെയും ബാധിക്കാം. സോ എന്നിരുന്നാലും സ്ലോട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് 7000 mAh ബാറ്ററി 6500 mAh ബാറ്ററിയൊക്കെയാണ്. എന്നാൽ അത്തരം ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഫോണുകളിലെ പ്രോസസ്സർ നോക്കുകയാണെങ്കിലും അതിൻ്റെ ബാറ്ററി കൺസംഷൻ നോക്കുകയാണെങ്കിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 7000 mAh എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിൽ ഈ പറഞ്ഞ മാതിരി Dimensity 9000 സീരീസ് ചിപ്സെറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പവർ വലിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ലിം ആയിട്ട് പോലും നമുക്കിതിൽ 5520 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. നമ്മുടെ മറ്റേ കാർബൺ സിലിക്കൺ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ബാറ്ററി തന്നെയാണ്. സ്ലിം ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ്. 5520 mAh ബാറ്ററി കിട്ടുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഡിസപ്പോയിൻമെൻറ്റ് വേണ്ട. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലത്ത് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈവനിങ് വരെ നമുക്ക് ഈസി ആയിട്ട് വലിയ ബാറ്ററി ഒന്നും കുറവില്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു നോർമൽ യൂസിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ഇനി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഇതിന് വലിയ രീതിയിലുള്ള ബാറ്ററിക്ക് വലിയ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 ചിപ്സെറ്റ് ആയിരിക്കും അത്യാവശ്യം നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നോർമൽ രീതിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് നോർമൽ ത്രോട്ടിലിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ചിപ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. പിന്നെ ഇത്രയും സ്ലിം ആയിട്ടുള്ളൊരു ഫോണിൽ 5520 mAh ബാറ്ററി വെക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അത് അവരെന്തായാലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി സൈഡിൽ സെറ്റാണ്. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അത് വെച്ച് ചാർജ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബാറ്ററിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു ബാറ്ററി ഫോൺ നോക്കുന്ന ഒരാളാണ്, ഇതിൽ 7000 mAh ബാറ്ററി ഇല്ല, 6500 mAh ബാറ്ററി ഇല്ല എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 5520 mAh ബാറ്ററിന് അത്യാവശ്യം ഇനഫാണ്. ഇനിയാണ് ഇതിൻ്റെ OSനെ പറ്റി പറയുന്നത്. HyperOS 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു OS ആണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഷാമി അല്ലെങ്കിൽ റെഡ്മിയുടെ ഒക്കെ ഫോണുകളിൽ നമുക്ക് HyperOS അവൈലബിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ HyperOS 2 ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്നാപ്പിയാണ്, അത്യാവശ്യം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം സൂപ്പറാണ്. ക്യാമറ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. AI പ്രോസസ്സിങ് സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് AI എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ പല സ്ഥലത്തും നമുക്ക് ഈ ഒരു AIയുടെ ഒപ്റ്റിമൈസേഷനും AIയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് പല സ്ഥലത്തും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. സോ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. HyperOS ആയതിനു ശേഷം തന്നെ അത്യാവശ്യം നല്ല കിടിലനൊരു പെർഫോമൻസ് ആണ് ഷോമി അല്ലെങ്കിൽ റെഡ്മി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ HyperOS ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്, എനിക്ക് തരുന്ന വലിയ പ്രശ്നം തോന്നിയില്ല. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കറാണ് വരുന്നത്. മാത്രമല്ല ഇതിന് 300% ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ ഇട്ട് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് കേൾപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി. നമ്മൾ ഈ ഒരു കോളർ മൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുക. ഒരു കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ് പ്ലേ ചെയ്തത്.
സോ ഓഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഡിയോ എന്ന് പറയാം. നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. മാത്രമല്ല ഇതിൽ 300% വോളിയം ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. എന്നാൽ 300% വോളിയം ബൂസ്റ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് വലിയൊരു ബൂസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. നോർമൽ വോളിയൊക്കെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ലൗഡായിട്ടുള്ളൊരു സ്പീക്കറാണ്, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. സോ അതാണ് ഓഡിയോ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. 300% വോളിയം ബൂസ്റ്റ് ഉണ്ടെന്നാണ് നമ്മുടെ റെഡ്മി പറയുന്നത്. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു സ്പീക്കർ. സോ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള സ്പെസിഫിക്കേഷൻസ്. ഇനി ഈ ഒരു ഫോണിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ പറയാം. ഞാൻ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ലിം ആയതുകൊണ്ടും ഭയങ്കര കാണാൻ ലുക്ക് ആയതുകൊണ്ടും ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ഫോൺ മേടിച്ച് നോക്കി, അവർ ഫോട്ടോ സാമ്പിൾസൊക്കെ നോക്കി എനിക്ക് തിരിച്ചു വരും. അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. സോ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളി ഒരു ഫോണാണ്. നിങ്ങൾക്കൊരു പ്രീമിയം ഫീൽ തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. സോ ഡിസൈൻ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണിത്. പിന്നെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഉള്ള എല്ലാ ഫോണുകളിലും ടെലിഫോട്ടോ ലെൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 2x ടെലിഫോട്ടോ ലെൻസിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് തോന്നി. ഇനിയിപ്പോൾ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 108 മെഗാപിക്സൽ സെൻസർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി റെസൊല്യൂഷനുള്ള ഫോട്ടോസ് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഇതിൽ പോർട്രേറ്റ് മോഡിൽ ഒരു 3x എങ്കിലും കൊടുക്കാമായിരുന്നു. ആ 3x കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഫോൺ വെച്ച് നല്ല കിട്ടിലൻ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി, ഒരു സിറ്റുവേഷൻ ഉണ്ടായേനെ. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. 2x ടെലിഫോട്ടോയിൽ നമുക്ക് പോർട്രേറ്റ് എടുക്കാൻ പറ്റുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടി ആഗ്രഹിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൂടി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ പ്രൈസ് അവരെന്തായാലും അവർ ഉദ്ദേശിച്ചൊരു പോയിന്റിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 8 മെഗാപിക്സൽ ക്യാമറ കുഴപ്പമില്ല. ആ ഒരു 8 മെഗാപിക്സൽ ക്യാമറ മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുക്കാമെന്നൊക്കെ എനിക്ക് തോന്നി. ആ ഒരു സംഭവം മാത്രമേ എനിക്ക് ഒരു ഫോണിൽ തോന്നിയിട്ടുള്ളൂ. മാത്രമല്ല ഇതിൻ്റെ ചിപ്സെറ്റ് നമുക്കറിയാം, സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 3 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ്. അത്യാവശ്യം നോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റാണ്. ആ ചിപ്സെറ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് ഒരു 7 സീരീസ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞാൽ, ഒരു 7 സീരീസ് അല്ലെങ്കിൽ ഒരു 7 Gen 3 കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ഫോൺ അടിപൊളി ഒരു പെർഫോമൻസ് ഫോൺ കൂടിയാണെന്ന് പറയാൻ പറ്റിയിരുന്നു. പിന്നെ ഡിസൈൻ വൈസൊക്കെ ഒരു രക്ഷയില്ലാന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, കിട്ടിലാണ്. ഡിസ്പ്ലേ വൈസ് അടിപൊളിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിസ്പ്ലേ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓൾമോസ്റ്റ് ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 2 കാര്യങ്ങളിൽ, ഒന്ന് ക്യാമറയിലൊരു ടെലിഫോട്ടോ ലെൻസും അതുപോലെ തന്നെ പെർഫോമൻസിലൊരു സ്നാപ്ഡ്രാഗൺ 7 Gen 3 കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയുന്നു. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോണുകളൊക്കെ ഇപ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുക, നല്ല വില കൂടിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ SSDക്കും ഇതിനൊക്കെ വില കൂടുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ഫോണുകളിലൊക്കെ നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം വളരെ ചെറിയൊരു 2-3 ബ്രാൻഡുകളൊക്കെയാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതർവൈസ് എല്ലാവരും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന എല്ലാ ഫോണുകളുടെയും പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ ദ പ്രൈസ് പോയിന്റ് ഇതൊരു നല്ലൊരു ഡിവൈസാണ്. ഇനി ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ഒരു പുതിയ ഫോൺ എടുക്കാൻ നോക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് നല്ല കിട്ടിലൻ ലുക്ക് ഡിസ്പ്ലേയിൽ ഫോണിന് വേണം, നല്ല ഡിസ്പ്ലേ വേണം, നല്ല കർവ്ഡ് ഡിസ്പ്ലേ വേണം, ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് വേണം, പിന്നെ ചെറിയ രീതിയിലുള്ള ഗെയിമിങ് മാത്രമേ കളിക്കാറുള്ളൂ, പിന്നെ നല്ല കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് വേണം, ഞാൻ വലിയ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോസ് എടുക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഈ ഫോണിൻ്റെ എല്ലാ സ്പെക്കും വെച്ചിട്ടുള്ള ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞാണ്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇതിൻ്റെ സ്പെക്ക് കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഡിസൈൻ അടിപൊളിയാണ്. 7.35 mm തിക്നെസ്, ഒരു രക്ഷയില്ലാത്ത ബാക്ക് സൈഡും ഒരു രക്ഷയില്ലാത്ത ക്യാമറ മൊഡ്യൂളും. സോ എല്ലാം കൊണ്ടും ഈ ഒരു ഫോൺ ഡിസൈൻ കൊണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഫോൺ അടിപൊളി ഫോണായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാമെന്നാണ് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാതിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.